കറന്റ് അടിക്കുന്ന അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. എനിക്ക് യേശുവിനെ വേണം. ഇന്ന് ഡോക്ടർ ജോസഫ് ലൂക്കോസ് ദുബായിലുണ്ട്. അദ്ദേഹം അവിടെ ഡോക്ടറായിട്ട് ജോലി ചെയ്യുന്നു, അനേക വേദികളിൽ പ്രസംഗിക്കുന്നു. ഡോക്ടർ ബാലു എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന അദ്ദേഹം മാനസാന്തരപ്പെടുന്നത് സിസ്റ്റർ ഡാഫിന് 2 മിനിറ്റ് കൈവച്ച് പ്രാർത്ഥിച്ചപ്പോഴാണ്. പ്രിയപ്പെട്ടവരെ, ഡോക്ടർ ജോസഫ് എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, ദ ഹാൻഡ് ഓഫ് ദ ലോർഡ് കെയിം അപ്പോൺ മീ. ദൈവത്തിന്റെ കരം എൻ്റെ മേൽ വന്നു. ദൈവത്തിന്റെ പ്രിയപ്പെട്ട മകൾ എൻ്റെ മേൽ കരം വെച്ചപ്പോൾ സ്വർഗത്തിലെ പിതാവിന്റെ കരം എൻ്റെ മേൽ വന്നു. ഡോക്ടർ ജോൺ, ഞാനൊരു ധ്യാനം കൂടി അല്ല മാനസാന്തരപ്പെട്ടത്, 1.5 മിനിറ്റ് നീളുന്ന ഒരു കൈവപ്പിലൂടെയാണ് ഞാൻ മാനസാന്തരപ്പെട്ടത്. ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിക്കണം, ദൈവമേ അങ്ങയുടെ കരം എൻ്റെ മേൽ വരണമേ, അങ്ങയുടെ കരം എൻ്റെ മേൽ വരണമേ. 4-മതായിട്ട് യാബസ് പ്രാർത്ഥിച്ചു, വിപത്തുകളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ. 91-ാം സങ്കീർത്തനം അതിന്റെ 14-ാമത്തെ വാക്യം, അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എൻ്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും. അവന്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യാബസ് 4-മതായിട്ട് ചോദിച്ച കാര്യം എന്ന് പറയുന്നത് സംരക്ഷണമാണ്. ദൈവത്തിന്റെ സംരക്ഷണം നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഓർക്കാണ് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കുറെ പേർക്കെങ്കിലും ഫാദർ ആർമണ്ടിനെ പരിചയം ഉണ്ടായിരിക്കും. ഇരിട്ടി ധ്യാന കേന്ദ്രത്തിലായിരിക്കും അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം ഒരു കപ്പുച്ചൻ വൈദികനാണ്. അച്ഛൻ ആദ്യം ശുശ്രൂഷ ചെയ്തിരുന്നത് ഭരണങ്ങാനത്തെ അസീസിയിലാണ്. അവിടെ അച്ഛൻ ശുശ്രൂഷ വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 10-20 കൊല്ലങ്ങൾക്ക് മുമ്പ് ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് നിങ്ങളെപ്പോലെ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്ന 4 ചേച്ചിമാർ അവിടെ ഉണ്ടായിരുന്നു ടീമിൽ. അവർ 4 പേരും കൂടി ഇരുന്ന് അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരു ചേച്ചി ഒരു ദർശനം കാണുകയാണ്. നമ്മുടെ അൽഫോൻസാമയുടെ അടുത്തേക്ക് പോകുന്ന മേരിഗിരി ഹോസ്പിറ്റലിന്റെ വളവിൽ വെച്ച് 2 പ്രൈവറ്റ് ബസ്സുകൾ തമ്മിൽ കൂട്ടിയിടിക്കുന്നു. ഈ ഒരു പ്രൈവറ്റ് ബസ്സിന്റെ അകത്ത് ഇരിക്കുന്ന ആർമണ്ട് അച്ഛൻ തെറിച്ച് താഴെ വീണിട്ട് വേറൊരു പ്രൈവറ്റ് ബസ് അച്ഛന്റെ വയറിൽ കൂടെ കയറി ഇറങ്ങിപ്പോയി അച്ഛൻ മരിച്ച് റോഡിൽ കിടക്കുന്ന ഒരു ദർശനം. ഇവർ 4 പേര് പേടിച്ചുപോയി. ഇവർ പറഞ്ഞു, അയ്യോ നമ്മുടെ അച്ഛൻ വണ്ടി ഇടിച്ച് മരിക്കാൻ പോവാണ്. എന്നിട്ട് ഇവർ 4 പേരും കൂടെ പറഞ്ഞു, കർത്താവ് ഇത് നമ്മളെ കാണിക്കുന്നത് എന്തോ ഒരു അപകടം ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. അവർ പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ഇവര് 4 പേരും കൂടെ ദിവസം 153 മണിജ വന്നു. അവരത് ചൊല്ലി അച്ഛന് വേണ്ടി പ്രാർത്ഥിച്ചു. 1 മാസം കഴിഞ്ഞപ്പോ ഇവർ 4 പേര് ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് അടുത്ത ദർശനം ഉണ്ടായി. 2 പ്രൈവറ്റ് ബസ്സുകൾ തമ്മിൽ കൂട്ടിയിടിക്കുന്നു. അച്ഛൻ തെറിച്ച് താഴേക്ക് വീഴുന്നു. ഈ സമയത്ത് ആകാശത്തു നിന്ന് 3 ട്യൂബ് ലൈറ്റുകൾ പാഞ്ഞു വരുന്നു. അത് അച്ഛന്റെ 3 ഭാഗത്തായിട്ട് നിൽക്കുന്നു. പ്രൈവറ്റ് ബസ് വന്ന് അച്ഛന്റെ ലോഹ മാത്രം കീറുന്നു. അച്ഛൻ പൊടിയൊക്കെ തട്ടി എഴുന്നേറ്റ് പോകുന്നു. ഹല്ലേലൂയ. അപ്പൊ ഇവർക്ക് മനസ്സിലായി, ദൈവം ഇടപെടും. ആരാണ് ഈ 3 ട്യൂബ് ലൈറ്റ്? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവായ ദൈവം. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ അവർ ആർമണ്ട് അച്ഛനോട് പറഞ്ഞു, അച്ഛാ, ഞങ്ങൾ ഇങ്ങനെ 1 മാസം മുമ്പ് ഒരു ദർശനം ഉണ്ടായി, ഇപ്പൊ വീണ്ടും കർത്താവ് ഒരു ദർശനം തന്നു, അച്ഛൻ സൂക്ഷിക്കണം കേട്ടോ. അച്ഛൻ പറഞ്ഞു, ഞാനും പ്രാർത്ഥിച്ചോളാം. അങ്ങനെ പ്രിയപ്പെട്ടവരെ, ഏതാണ്ട് 2 ആഴ്ച കടന്നുപോയി. അച്ഛൻ പ്രൈവറ്റ് ബസ്സിൽ ഇരിക്കുന്ന സമയത്ത് കൃത്യം മേരിഗിരി ഹോസ്പിറ്റലിന്റെ വളവിൽ വെച്ച് 2 പ്രൈവറ്റ് ബസ്സുകൾ തമ്മിൽ കൂട്ടിയിടിച്ചു. ബസ് സ്റ്റോപ്പിന്റെ മുൻപിലാണ്. ആർമണ്ട് അച്ഛൻ തെറിച്ച് താഴെ വീണു. ആളുകളെല്ലാം നിലവിളിക്കാണ്, അച്ഛൻ ഇപ്പൊ മരിക്കും. കാരണം മറ്റേ പ്രൈവറ്റ് ബസ് വയറ്റിലോട്ട് ടയർ കയറാൻ പോവുക. ആളുകളെല്ലാം കണ്ണു പൊത്തിക്കളഞ്ഞു. പക്ഷേ ആ ബസ് ലോഹ മാത്രം കീറിയിട്ട് അവിടെ നിന്നു. ആരും ട്യൂബ്ലൈറ്റ് കണ്ടില്ല. കാരണം അദൃശ്യനായ ദൈവം അദൃശ്യമായി തന്നെ അവിടെ ഇറങ്ങി വന്നു. ഹല്ലേലൂയ. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. അച്ഛന്റെ ലോഹ മാത്രം കീറി അച്ഛൻ അവിടുന്ന് പൊടിയും തട്ടി എഴുന്നേറ്റ് പോയി. പിന്നീട് അച്ഛൻ വളരെയേറെ വർഷങ്ങൾ വാർദ്ധക്യത്തിലെത്തുന്നത് വരെ ഇരിട്ടി ധ്യാന കേന്ദ്രത്തിൽ കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്തു. ഞാനിത് പറയുന്നത് നമ്മൾ സാധാരണക്കാരല്ല, നമ്മൾ ദൈവത്തിന്റെ ജനമാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. ഉച്ചത്തി കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ ദൈവമക്കളും ചേർന്ന് ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. 121-ാം സങ്കീർത്തനം 7-ാമത്തെ വാക്യം, സകല തിന്മകളിൽ നിന്ന് കർത്താവ് നിന്നെ കാത്തുകൊള്ളും. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഈ വചനപ്രഘോഷണം അവസാനിപ്പിക്കുകയാണ്. 1 ദിനവൃത്താന്തം 4-ാം അധ്യായം 10-ാമത്തെ വാക്യം, യാബസിന്റെ പ്രാർത്ഥന ദൈവം കേട്ടു, അവൻ ചോദിച്ചതെല്ലാം ദൈവം അവന് നൽകി. ഇന്ന് രാത്രിയിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സകല സഹോദരങ്ങളും
ഇപ്രകാരം വിശ്വസിക്കണം, എൻ്റെ സ്വർഗത്തിലെ പിതാവ് ഞാൻ ചോദിക്കുന്ന അനുഗ്രഹം എനിക്ക് തരും. ഞാൻ എൻ്റെ പിതാവിന് പ്രിയപ്പെട്ട മകനായി ജീവിക്കും, മകളായി ജീവിക്കും. എൻ്റെ പിതാവിനെ വേദനിപ്പിക്കുന്ന സകല പാപങ്ങളും ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റും. ഹല്ലേലൂയ. ഞാൻ എപ്പോഴും ധ്യാനത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ കർത്താവിൻ്റെ കണ്ണുനീര് തുടച്ചാൽ കർത്താവ് നമ്മുടെ കണ്ണുനീരും തുടയ്ക്കും. കാരണം വചനം പറയുന്നു, നമ്മൾ വിതയ്ക്കുന്നത് കൊയ്യും. അപ്പൊ ലോകം മുഴുവനും ആളുകൾ കർത്താവിനെ പാപം ചെയ്ത് വേദനിപ്പിക്കുമ്പോൾ നമ്മൾ കർത്താവിനോട് പറയണം, ഞാൻ അങ്ങയുടെ കണ്ണുനീര് തുടയ്ക്കും. വെറോനിക്ക കർത്താവിന്റെ മുഖം തുടച്ചതുപോലെ നമ്മൾ പറയണം, ഞാൻ ഒരു വിശുദ്ധ ജീവിതം വഴി എൻ്റെ കർത്താവിന്റെ കണ്ണുനീര് തുടയ്ക്കും. ഹല്ലേലൂയ. അപ്പൊ കർത്താവ് പറയും, മോനെ മോളെ, നീ കരയുമ്പോൾ നിന്റെ കണ്ണുനീര് ഞാനും തുടയ്ക്കും. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും, നിന്റെ കണ്ണുനീര് ഞാൻ തുടയ്ക്കും. നമുക്ക് ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം. ദൈവസന്നിധി നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. പ്രിയപ്പെട്ടവരെ, യാബസിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് കേട്ടത്. യാബസിനെ അനുഗ്രഹിച്ച ദൈവത്തെ പറ്റി നമ്മൾ ഇന്ന് കേട്ടു. യാബസ് ചോദിച്ച 4 കാര്യങ്ങൾക്കും ദൈവം അത്ഭുതകരമായിട്ട് ഉത്തരം നൽകി. ഇന്ന് രാത്രിയിൽ ലോകത്തിന്റെ അനേക സ്ഥലങ്ങളിലായിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുന്ന ലക്ഷക്കണക്കിന് മക്കൾ, ഇത്രയും ലക്ഷക്കണക്കിന് ജനങ്ങൾ ഒരുമിച്ചിരുന്ന് ദൈവത്തെ വിളിക്കുന്ന അത്ഭുതകരമായ ഒരു പ്രാർത്ഥനാ നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന സകല മക്കളെയും നമുക്ക് ഓർക്കാം. പരിശുദ്ധ മറിയത്തോടൊപ്പം അനേക മക്കള് കർത്താവിനെ പാടി ആരാധിച്ചു വചനം കേട്ടുകൊണ്ടിരിക്കുക. പിതാവേ, നന്ദി പറയുന്നു. ലോകത്തിൽ അനേകർ അശുദ്ധി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, കമ്പ്യൂട്ടറിന്റെയും ടെലിവിഷന്റെയും മുമ്പിൽ മ്ലേച്ഛതകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, ശരീരത്തെ അശുദ്ധിക്ക് വിട്ടുകൊടുത്തിരിക്കുമ്പോൾ, മദ്യം കുടിച്ച് ദൈവത്തിന്റെ ആലയത്തെ മദ്യാലയമാക്കി മാറ്റുമ്പോൾ, ഇതാ അനേക മക്കൾ ഈ രാത്രിയിൽ പിതാവേ എളിമയോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ അപ്പാ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. പിതാവേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. 2 കരവും ആകാശത്തേക്ക് ഉയർത്തി ഒന്ന് സ്തുതിക്കാമോ ദൈവമക്കളെ? ഹാലേലൂയ, ഹാലേലൂയ. നന്നായിട്ട് സ്തുതിച്ചേ. പിശാചൊന്ന് വിറയ്ക്കട്ടെ, നരകമൊന്ന് കുലുങ്ങട്ടെ. ഹാലേലൂയ, 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 ഹാലേലൂയ. അപ്പാ പിതാവേ, അപ്പാ പിതാവേ, അപ്പാ ലോകം മുഴുവനുമുള്ള ലക്ഷക്കണക്കിന് മക്കൾ, അപ്പാ പിതാവേ, 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 പിതാവേ. എല്ലാ മക്കളും ചേർന്ന് അപ്പനെ വിളിക്കാം. പിതാവേ, പിതാവേ. ലോകം മുഴുവൻ ഒന്ന് ചേർന്ന് പിതാവേ, പിതാവേ, ദാനിയേലിന്റെ സിംഹക്കുഴിയിൽ ഇറങ്ങി വന്ന പിതാവ്, ജോസഫിന്റെ കാരാഗ്രഹത്തിൽ ഇറങ്ങി വന്ന പിതാവ്, സൂസന്നയുടെ നിലവിളി കേട്ട് രക്ഷിച്ച പിതാവ്, ശദ്രാക്ക് മെഷാക്ക് അബേദ്നെഗോയെ രക്ഷിച്ച പിതാവ്, Almighty Father, we praise your holy name. With all the saints in heaven, we declare your glory. You are the mighty, mighty God. We worship you. Come on, come on, everyone. Oh, yes, my Lord. Abba Pidave, Abba Pidave, oh my God, Abba Pidave, Abba Pidave, Pidave. Arumillappa, 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 Arum Sahayikanilla. ചേർന്ന് പാടാം മക്കളെ, ദൈവമക്കളെ. ആരുമില്ലപ്പാ, അപ്പാ, ആരുമില്ലപ്പാ, ആരും സഹായിക്കാനില്ല. അപ്പാ പിതാവേ, അപ്പാ
love you, Daddy. We love you. We praise you. We kiss you, Daddy. Worship you. Praise your holy name. യാബസിനെ അനുഗ്രഹിച്ച പിതാവ് ഇന്ന് രാത്രിയിൽ യാബസ് ചോദിച്ച 4 കാര്യങ്ങളും ഇന്ന് തന്ന് നമ്മൾ അനുഗ്രഹിക്കുകയാണ്. പകരം പിതാവിന് നമ്മൾ എന്ത് കൊടുക്കും? പിതാവിന് നമ്മളെ തന്നെ കൊടുക്കാം. എന്റെ ശരീരം പിതാവിന്റെ ആലയം, എന്റെ കണ്ണുകൾ പിതാവിന് ഇഷ്ടമുള്ളത് കാണുന്ന കണ്ണുകൾ, എന്റെ നാവ് പിതാവിന് ഇഷ്ടമുള്ളത് മാത്രം പറയും, എന്റെ ഹൃദയം ദൈവസ്നേഹവും പരിശുദ്ധിയും എളിമയും കൊണ്ട് നിറഞ്ഞു നിൽക്കും. ഞാൻ വചനം ധ്യാനിക്കും, ഞാൻ വിശുദ്ധ കുർബാന യോഗ്യതയോടെ സ്വീകരിക്കും, ഞാൻ പരിശുദ്ധ ജപമാല ചൊല്ലി പരിശുദ്ധ അമ്മയുടെ കൂട്ടുപിടിക്കും, ഞാൻ വിശുദ്ധിയിൽ ജീവിക്കും, എൻ്റെ കുടുംബത്തിൽ കുടുംബ പ്രാർത്ഥന ഉണ്ടാകും, ഞാൻ മദ്യപാനം ഉപേക്ഷിക്കുന്നു, ഞാൻ പുകവലി ഉപേക്ഷിക്കുന്നു, ഞാൻ ഭാര്യയെ തല്ലുന്ന സ്വഭാവം ഉപേക്ഷിക്കുന്നു, വഴക്കുണ്ടാക്കുന്ന സ്വഭാവം ഉപേക്ഷിക്കുന്നു. പിതാവേ, ഞാൻ അങ്ങയുടെ കണ്ണുനീര് തുടയ്ക്കുകയാണ്. പിതാവേ, അങ്ങ് എൻ്റെ കണ്ണുനീര് തുടയ്ക്കണമേ. യാബസിനെ അനുഗ്രഹിച്ച പിതാവേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.